നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. പ്രതിരോധ കരുത്തിൽ നമ്മുടെ രാജ്യം മുന്നേറുകയാണ്. ശത്രുവിൻ്റെ നീക്കങ്ങൾ തടയാൻ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യ അക്ഷീണം പരിശ്രമിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ആകാശ് പ്രൈം മിസൈൽ സംവിധാനം തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഒരു പരിവർത്തന നേട്ടത്തെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. മികച്ച കാര്യക്ഷമത നിലനിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന് ലോകോത്തര സൈനിക കഴിവുകൾ എങ്ങനെ വികസിപ്പിക്കാമെന്ന് ഇത് തെളിയിക്കുന്നു. 2025 മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിലെ മികച്ച പ്രകടനത്തിനും 2025 ജൂലൈയിൽ ലഡാക്കിൽ വിജയകരമായി ഉയരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും ശേഷം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ ശക്തമായ പ്രതീകമായി ഈ സർഫസ് ടു എയർ മിസൈൽ സംവിധാനം ഉയർന്നു വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അസാധാരണ വികസന നേട്ടം എന്നതിലേക്ക് വരികയാണെങ്കിൽ, ആഗോളതലത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ പ്രതിരോധ പരിപാടികളിലൊന്നായി ആകാശ് മിസൈൽ സംവിധാനത്തിന്റെ വികസനം നിലകൊള്ളുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മാർഗനിർദ്ദേശപ്രകാരം ആകാശ് പദ്ധതിക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ പ്രഹ്ലാദ രാമറാവു 1994 300 കോടി രൂപ ബജറ്റിൽ പദ്ധതി ആരംഭിച്ചു. പിന്നീട് അത്യാധുനിക രാജ്യാന്തര റഡാർ ഉൾപ്പെടെയുള്ള നിർണായക സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിനായി ഇത് 500 കോടി രൂപയായി ഉയർത്തി. അന്താരാഷ്ട്ര നിലവാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വികസന ചെലവ് വളരെ കുറവാണ്. മറ്റു രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത സമാന സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 8 മുതൽ 10 മടങ്ങ് വരെ കുറവാണ്. 1000-ലധികം ശാസ്ത്രജ്ഞരും ഇന്ത്യയിലുടനീളമുള്ള പ്രതിരോധ ലബോറട്ടറികളിലുടനീളം വിപുലമായ സഹകരണവും ഉൾപ്പെട്ട ഈ പരിപാടി പൂർത്തിയാക്കാൻ 15 വർഷമെടുത്തു എന്നതാണ്. ഇത്രയും കുറഞ്ഞ ചെലവിൽ വെറും 500 കോടിയിൽ ഇത്രയും ശക്തമായ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം മറ്റൊരു രാജ്യവും നിർമ്മിച്ചിട്ടില്ല. 1000-ലധികം ശാസ്ത്രജ്ഞരും ഇന്ത്യയിലുടനീളമുള്ള പ്രതിരോധ ലബോറട്ടറികളിലുടനീളം വിപുലമായ സഹകരണവും ഉൾപ്പെട്ട ഈ പരിപാടി പൂർത്തിയാക്കാൻ 15 വർഷമെടുത്തു. ഇത്രയും കുറഞ്ഞ ചെലവിൽ വെറും 500 കോടി രൂപയിൽ ഇത്രയും ശക്തമായ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം മറ്റൊരു രാജ്യവും നിർമ്മിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അസാധാരണമായ എഞ്ചിനീയറിംഗിനെ എടുത്തു കാണിച്ചുകൊണ്ട് ഡോക്ടർ രാമറാവു അഭിമാനത്തോടെ പറഞ്ഞത്. (4500 മീറ്ററിനും മുകളിൽ ഉയരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ തദ്ദേശീയ വിജയഗാഥയുടെ ഏറ്റവും പുതിയ പരിണാമത്തെയാണ് ആകാശ് പ്രൈം പ്രതിനിധീകരിക്കുന്നത്. സിസ്റ്റത്തിന്റെ പ്രധാന സാങ്കേതിക പുരോഗതി അതിന്റെ തദ്ദേശീയ സജീവ റേഡിയോ ഫ്രീക്വൻസി സീക്കറാണ്. ഇത് 360 ഡിഗ്രി ഇടപഴകൽ ശേഷിയും ഗണ്യമായി മെച്ചപ്പെട്ട ലക്ഷ്യ കൃത്യതയും നൽകുന്നു. ഈ നവീകരണം മിസൈലിന് പറക്കലിന്റെ അവസാന ഘട്ടത്തിൽ നിലത്തെ അടിസ്ഥാനമാക്കിയുള്ള റഡാർ പ്രകാശത്തെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും അനുവദിക്കുന്നു. ഈ സിസ്റ്റം ഏകദേശം 18 കിലോമീറ്റർ ഫ്ലൈറ്റ് സീലിംഗ് ഉള്ള 25 മുതൽ 30 കിലോമീറ്റർ പ്രവർത്തന പരിധി നിലനിർത്തുന്നു. ഓരോ ആകാശ് ബാറ്ററിക്കും ഒരേ സമയം 64 ലക്ഷ്യങ്ങൾ വരെ ട്രാക്ക് ചെയ്യാനും അവയിൽ 12 എണ്ണം വരെ ഇടപഴകാനും കഴിയും. ഓരോ മിസൈലിനും 88% സിംഗിൾ ഷോട്ട് കിൽ പ്രോബബിലിറ്റി കൈവരിക്കാൻ കഴിയും. ഒരു ലക്ഷ്യത്തിനെതിരെ 2 മിസൈലുകൾ വിന്യസിക്കുമ്പോൾ ഈ സാധ്യത 98.5% വർദ്ധിക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓപ്പറേഷൻ സിന്ദൂറിലെ ആകാശ് സിസ്റ്റത്തിന്റെ യുദ്ധക്കളത്തിലെ വിശ്വാസ്യത നിർണായകമായി സ്ഥാപിക്കപ്പെട്ടു എന്നതാണ്. തുർക്കി ഡ്രോണുകളും പാകിസ്ഥാനിൽ നിന്നുള്ള ഒന്നിലധികം വ്യോമ ഭീഷണികളെ അത് വിജയകരമായി തടഞ്ഞു. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തികളിലും വലിയ തോതിലുള്ള കൗണ്ടർ ഡ്രോൺ ഓപ്പറേഷനുകൾക്കിടയിൽ 50-ലധികം പാകിസ്ഥാൻ ഡ്രോണുകളെ നിർവീര്യമാക്കാനുള്ള കഴിവ് ഈ സിസ്റ്റം തെളിയിച്ചു. ഈ യഥാർത്ഥ പ്രകടന മൂല്യനിർണ്ണയം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയിലുള്ള ആത്മവിശ്വാസം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും യഥാർത്ഥ പോരാട്ട സാഹചര്യങ്ങളിൽ സിസ്റ്റത്തിന്റെ ഫലപ്രാപ്തി തെളിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ
ലഡാക്കിൽ 15,000 അടിയിൽ കൂടുതൽ ഉയരത്തിൽ ആകാശ് പ്രൈമിന്റെ വിജയകരമായ ഉയർന്ന പരീക്ഷണങ്ങൾ ചൈന അതിർത്തിയിലെ ഇന്ത്യയുടെ പ്രതിരോധ നിലയ്ക്ക് ആഴത്തിലുള്ള തന്ത്രപരമായ പ്രാധാന്യം നൽകുന്നു. ഹിമാലയൻ പ്രദേശങ്ങളിലെ അപൂർവമായ അന്തരീക്ഷത്തിലും അതിശൈത്യാവസ്ഥയിലും ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള സംവിധാനത്തിന്റെ കഴിവ് നിർണായക പ്രതിരോധ ശേഷി ഇന്ത്യക്ക് നൽകുന്നു. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ 3ാമത്തെയും 4ാമത്തെയും ആർമി റെജിമെന്റുകളിൽ ആകാശ് പ്രൈമിനെ വിന്യസിക്കുന്നത് ഈ തന്ത്രപരമായി സെൻസിറ്റീവ് മേഖലയിലെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. അന്താരാഷ്ട്ര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആകാശ് പ്രൈം വേറിട്ട് നിൽക്കുന്നു. ഓരോ ആകാശ് മിസൈലിനും ഏകദേശം 2 മുതൽ 5 കോടി രൂപ വരെ വില വരും. ഇത് US പാട്രിയറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റഷ്യൻ S-400 പോലെയുള്ളവയേക്കാൾ ഗണ്യമായി കുറവാണ്. സിസ്റ്റത്തിന്റെ 82% തദ്ദേശീയ എലമെന്റ് 2026-27 ആകുമ്പോഴേക്കും 93%-ത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും തന്ത്രപരമായ സ്വയംഭരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അന്താരാഷ്ട്ര അംഗീകാരവും കയറ്റുമതി വിജയവും നോക്കുകയാണെങ്കിൽ ആകാശ് സിസ്റ്റം അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിട്ടുണ്ട്. 2022 15 യൂണിറ്റുകൾക്ക് 6,000 കോടി രൂപയുടെ കരാറിലൂടെ അർമേനിയ രംഗത്ത് വന്നു. ഇന്ത്യയുമായുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാറിൽ ബ്രസീലിയൻ സൈനിക നേതൃത്വം ശക്തമായ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ഈജിപ്റ്റ് എന്നിവയുൾപ്പെടെ മറ്റു രാജ്യങ്ങളും ഈ ചെലവ് കുറഞ്ഞ വ്യോമ പ്രതിരോധ മികവ് സ്വന്തമാക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നതാണ്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആകാശ് പ്രൈം മിസൈൽ സിസ്റ്റം പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ വിജയത്തിന് ഉദാഹരണമാണ്. ആശയം മുതൽ വിന്യാസം വരെ കാര്യക്ഷമത നിലനിർത്തിക്കൊണ്ട് അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യകൾ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ഈ പരിപാടി പ്രദർശിപ്പിക്കുന്നു. ഈ സംവിധാനത്തിന്റെ വിജയം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം 2024 സാമ്പത്തിക വർഷത്തിൽ 1.27 ലക്ഷം കോടി രൂപയിലെത്താൻ കാരണമായി എന്നതാണ്. കഴിഞ്ഞ ദശകത്തിൽ ഇത് 174% വർധനവ് രേഖപ്പെടുത്തി. ഈ നേട്ടം സാങ്കേതിക ശേഷിയെ മാത്രമല്ല പ്രതിനിധീകരിക്കുന്നത്, ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ പ്രകടമാക്കുകയും നിർണായക പ്രതിരോധ സംവിധാനങ്ങൾക്കായി വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. ആഗോള പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ ആകാശ് പ്രൈം സിസ്റ്റം ഇന്ത്യക്ക് വിശ്വസനീയവും ചെലവ് കുറഞ്ഞതും സാങ്കേതികമായി പുരോഗമിച്ചതുമായ ഒരു വ്യോമ പ്രതിരോധ ശേഷി നൽകുന്നു. അത് ഒരു പ്രധാന പ്രതിരോധ ശക്തി എന്ന നിലയിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ LACയിൽ ആകാശ് പ്രൈമിന്റെ വിജയകരമായ വിന്യാസം ഇന്ത്യയുടെ വളരുന്ന സാങ്കേതിക തികവും തന്ത്രപരമായ ദൃഢനിശ്ചയവും പ്രകടമാക്കുന്നു എന്നതാണ്. എതിരാളികൾ ഇപ്പോൾ അവരുടെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളിൽ ശ്രദ്ധാപൂർവം നിലകൊള്ളേണ്ട ഘടകങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പക്കലുണ്ട്.